അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ 20 വർഷമായിട്ട് സ്വന്തം മകനെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ ഉണ്ടല്ലോ, റഹീമിൻ്റെ ഉമ്മ. അൽഹംദുലില്ലാ, ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, റഹീം ഇതാ ഹജ്ജ് പെരുന്നാളിന് മുൻപ് വീട്ടിലേക്ക് വരുന്നുള്ളതാണ്. എത്ര വർഷങ്ങളായിട്ട് എൻ്റെ റബ്ബെ ആ ഉമ്മ കാത്തിരുന്നാണ് ആ പൊന്നുമോനൊന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി. 2 വർഷം മുൻപുള്ള റമദാനിലാണ് ഒന്നുകൂടി സജീവമായത്. ആ പൊന്നുമോനെ റഹീമിനെ തൂക്കിക്കൊല്ലാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് 44 കോടി രൂപ പിരിച്ചു കൊടുത്ത് വധശിക്ഷ റദ്ദാക്കിയിട്ട് ഇപ്പം വിടും പറഞ്ഞ് കാത്തിരുന്ന് ഒടുവിൽ ആ ഉമ്മ മരിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ പൊന്നുമോനൊന്ന് കാണാൻ കഴിയുമോ എന്ന് വല്ലാതെ സങ്കടപ്പെട്ട് ആ ഉമ്മ അവിടെ സൗദിയിൽ പോയി ആ മകൻ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഉമ്മാനെ കാണാൻ കൂട്ടാക്കിയില്ല. വലിയ വിഷമകരമായിട്ട് ഒടുവിൽ ആരൊക്കെയോ ഇടപെട്ട് മകനെ മനസ്സ് മാറ്റിച്ചിട്ട് ആ ഉമ്മ ജയിലിൽ പോയിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി. ഇപ്പോൾ ഇതാ കേൾക്കുന്ന വാർത്ത, ആ 20 വർഷത്തെ തടവ് കഴിഞ്ഞിട്ട് റഹീം നാട്ടിലേക്ക് വരികയാണ്. ആ ഉമ്മയും മകനും കൂടി കാണുന്നൊരു സമാഗമുണ്ടല്ലോ, എത്രത്തോളം കാരുണ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നിമിഷമായിരിക്കും അതെന്നുള്ളത്. എന്തായാലും പലരും സോഷ്യൽ മീഡിയയിൽ പല കള്ളത്തരങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ഒരു തെമ്മാടിയെ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് അവിടുന്ന് വിടുന്നത്. ഇതൊക്കെ സൗദി ചെയ്യുന്നത് ശരിയാണോ? ഇത്രയും വലിയ പണം വാങ്ങിയിട്ട് സൗദി വിടുന്നത് ശരിയാണോ? വിടാൻ എന്താ വൈകിയത്? പിന്നെ ഈ പണത്തിൻ്റെ പേരിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. ഇങ്ങനെ ഈ ഒരു റഹീമിനെ വിടുന്നതിനെ ചൊല്ലിയിട്ട് സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയുന്ന ആളുകൾ. 2006 ഒരു ജോലി തേടി ഒരു ഹൗസ് ഡ്രൈവറായിട്ട് ഈ റഹീം പോണത്. വലിയ പ്രതീക്ഷയിൽ പോയത്, ഒരു പാവം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന്. പക്ഷേ പോയിട്ട് ഏതാനും മാസങ്ങളായുള്ളൂ. അവിടുത്തെ അറബി ചെറുക്കൻ ലേശം സുഖമില്ലാത്ത, ശാരീരികമായി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബാലനെ നോക്കലായിരുന്നു അവൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞ് വഴക്കായി. അവൻ തുപ്പിയപ്പോൾ തടഞ്ഞതോ മറ്റോ എന്തോ ആണ്. പക്ഷെ ആ ഒരു ശ്വാസം എടുക്കുന്ന ഇതിൻ്റെ ഉപകരണം ഡിസ്കറക്റ്റ് ആയിപ്പോയി. അതിനിടയിൽ ആ കുഞ്ഞ് പെടഞ്ഞു മരിച്ചു. ഇവനെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ തയ്യാറാവാതെ തന്നെ ആരോ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥ മെനിഞ്ഞു കുറ്റവാളിയ റഹീം നിരപരാധിയൊന്നുമല്ല. റഹീം ഒരു ഭയങ്കര പാവാണ്, ഭയങ്കര പാവായ ഒരാളങ്ങനെ സൗദി അറേബ്യ വെറുതെ അതൊന്നുമല്ല. ആ ഒരു അപകടം നടന്ന സമയത്ത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഇത് തൻ്റെ കയ്യിൽ വന്നൊരു മിസ്റ്റേക്കാണെന്ന് പറയാനോ തയ്യാറാവാതെ കുടുംബക്കാരനെ വിളിച്ചു വരുത്തി മേലൊക്കെ കെട്ടിയിട്ടിട്ട് ഏതോ ആഫ്രിക്കക്കാരെന്നെ ആക്രമിച്ചു, അങ്ങനെ ഇവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം കാണിച്ചിട്ടാണ് ഒടുവിൽ പോലീസ് പിടിച്ചത്. ആ കുടുംബക്കാരനെ പിടിച്ചു. അതിന് പിന്നെ എങ്ങനെയൊക്കെ അയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങി. അങ്ങനെ അവിടുത്തെ സൗദി കോടതി കണ്ടെത്തി ഇവൻ പക്ക ക്രിമിനലാണ്, ഇവൻ്റെ ഉള്ളിൽ ക്രിമിനൽ മൈൻഡ് ഉണ്ട്. ഇവൻക്ക് വധശിക്ഷയും കൊടുത്തു, അവിടെ അവസാനിപ്പിച്ചു. പിന്നീടാണ് ചില ആളുകളൊക്കെ വന്ന് ഇതിൽ ഇടപെടലൊക്കെ ഉണ്ടായപ്പോൾ അവരൊരു ഡിമാൻഡ് വെച്ചു, ഒരിക്കലും ഇവർക്ക് കൊടുക്കാൻ കഴിയാത്തൊരു 33 കോടി രൂപ തരണം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ കാശ് പിരിവിലും എന്തൊക്കെയോ ചില ഇതൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണില്ല. അങ്ങനെ ഇവനെ ഒരു 2-3 വർഷം മുൻപുള്ള റമദാനിക്കാണ് ഇതേ ഇപ്പോൾ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിട്ട് മലയാളികളെ കണ്ടിറങ്ങി. അതിൽ പ്രത്യേകം പറയണം, നമ്മുടെ ബോബി ചൊമ്മണൂർ ഇറങ്ങിയിട്ട് 44 കോടി രൂപ നമ്മൾ സമാഹരിച്ചു, പറഞ്ഞതിലും കൂടുതൽ തുക. ഇവർ ആ വധശിക്ഷയിൽ നിന്ന് ആ കുടുംബം എന്ത് ചെയ്തു, ഞങ്ങൾ മാപ്പ് എഴുതി കൊടുത്തു, അപ്പോൾ വധശിക്ഷ ഒഴിവാക്കി. അപ്പോൾ ഇത്രയും കാശ് കൊടുത്തിട്ട് എന്താ വെറുതെ വിടാത്തതെന്നുള്ള പ്രശ്നമായി. എന്തായാലും റഹീം നാട്ടിൽ വരുന്നുണ്ട്. റഹീം നിരപരാധിയൊന്നുമല്ല, ഒരാളെ കൊന്ന കുറ്റവാളിനെയാണ്. അതിനുള്ള ശിക്ഷ അവനക്ക് കിട്ടി 20 വർഷം. ഇപ്പോൾ അവനാരല്ല, കുറ്റവാളിയല്ല. ഇപ്പോൾ നിയമം അനുസരിച്ച് വധശിക്ഷ റദ്ദാക്കിയാൽ കോടതിയുടെ തീരുമാനപ്രകാരം വിടുള്ളൂ. കോടതി പറഞ്ഞു ഒരു തലക്കും വിടൂല, 20 വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞിട്ടാണ്, അതാണ് അവൻ്റെ ജീവപര്യന്തം. അത് കഴിഞ്ഞിട്ട് തന്നെ വിടുള്ളൂ. അപ്പോൾ ഒരു ഇളവ് പോലും ശരിക്കും ആ കോടതി കൊടുത്തിട്ടില്ല. കാരണം ആ ഉമ്മ വളരെ ആവേശത്തോടെ ഈ ഒരു ബലി പെരുന്നാൾ ആ ഉമ്മാക്ക് ശരിക്കും പെരുന്നാളാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഉമ്മാക്ക് മകനെ കാണാൻ തൗഫീഖ് ഉണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നലെ ഇടിമിന്നലിൽ പരിക്കേറ്റ് കിടന്നിരുന്ന ആളുകളൊക്കെ വളരെ സുഖം പ്രാപിച്ച് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല വർത്തമാനങ്ങളാണ് കേൾക്കുന്നത്. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ കഅബയെ കുറിച്ചാണ്. വിശുദ്ധ കഅബയുടെ വാതില് ഒരു ജൂത രാജാവ് നിർമ്മിച്ചൊരു വാതില്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കഅബയുടെ വാതിൽ ഇങ്ങനെ നിർമ്മിക്കണം. ആ ആഗ്രഹം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഒരു ഭരണാധികാരി അത് പൂർത്തീകരിച്ചു കൊടുത്തതാ. പക്ഷേ മറ്റൊരു മുസ്ലിം സുന്നി ഭരണാധികാരി ആ ആഗ്രഹം ഇല്ലാതാക്കി. കഅബയുടെ വാതിലിനെ കുറിച്ചിട്ട് നമ്മൾ അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കഅബ ഉണ്ടാക്കിയ സമയത്ത് കഅബക്ക് വാതിലല്ല, ഒരു ഹോളാണ് ഉണ്ടായിരുന്നത്, ഒരു ചെറിയൊരു ഗുഹ, ഒരു ദ്വാരം. അതിൽ കൂടെ കടക്കുക, വേറൊരു ദൂരത്തിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ അതിന് മേൽക്കൂരയൊന്നുമില്ല, 4 ചുമരുകൾ മാത്രമുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയും കൂടി ഉണ്ടാക്കിയ കഅബ. അങ്ങനെ വർഷങ്ങൾ, ഇതൊരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞൊരു 4-5 നൂറ്റാണ്ടാവുന്ന സമയത്ത് ഈ ഇന്നത്തെ യമനിലെ ഒരു ജൂത ഭരണാധികാരിയാണ് ഈ തുബ്ബ എന്ന് പേരുള്ള രാജാവ്. ഈ രാജാവാണ് വിശുദ്ധ കഅബക്ക് ഒരു വാതിൽ, മരത്തിൻ്റെ ഒരു വാതിൽ നിർമ്മിച്ചു. അങ്ങനെയാണ് ഇതാണ് ആദ്യമായിട്ടാണ് ഒരു കഅബക്ക് ഒരു വാതിൽ, ഒരു മാറ്റം, അള്ളാഹുവിൻ്റെ
ഭൂമിയിലെ ആദ്യത്തെ ഭവനം വിശുദ്ധ കഅബയാണ് എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അപ്പം അതിന് ആദ്യം കൊടുത്ത വാതിൽ ഒരു ജൂത രാജാവായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകരം. അതുപോലെ പുറത്തേക്ക് കടക്കാനും ഒരു വാതിൽ, അകത്തേക്ക് കടക്കാനൊരു വാതിൽ, പുറത്തേക്ക്, ഇങ്ങനെ 2 വാതിലുകളാണ് തുബ്ബായ രാജാവ് നിർമ്മിച്ചത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഖുറൈശികളുണ്ടല്ലോ, ഖുറൈശികൾക്ക് ഒരു ആഗ്രഹം, ഈ കഅബയുടെ വാതിലൊന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ഹബീബായ നബി ജീവിച്ചിരിക്കുന്ന സമയത്ത്, അത് നബി ഒരു യൗവനത്തിൻ്റെ ഒക്കെ ഒരു കാലയളവാണ്. ഇവർ ഈ കഅബന്റെ വാതിൽ എന്ത് ചെയ്യുന്നറിയോ, ഈ കഅബന്റെ വാതിൽ ഒരുപാട് ഉയർത്തി, അതായത് തറ നിരപ്പിൽ നിന്നും നല്ല ഉയർത്തിയിട്ട് വാതിൽ വെച്ചു. എന്നിട്ട് പുറത്തേക്കുള്ള വാതിൽ ഇവർ അടച്ചു. പുറത്ത് കടക്കാനുള്ള വാതിൽ അടച്ചു, ഒരൊറ്റ വാതിലാക്കി മാറ്റി. പക്ഷേ ഹബീബ നബിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് 2 വാതിൽ വേണം, തറനിരപ്പിനോട് ചേർന്നിട്ടാവണം വാതിൽ എന്നൊക്കെ നബി വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ ഖുറൈശികൾ അങ്ങനെ നിർമ്മിച്ച ആ കഅബന്റെ മീതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അങ്ങനെ 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞു. അപ്പം അതൊരു മരത്തിൻ്റെ വാതിലാണ്. ഇന്ന് കാണുന്നത് പോലെ 280 കിലോൻ്റെ സ്വർണത്തിൻ്റെ വാതിലല്ല. അപ്പോൾ അങ്ങനെ 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞപ്പോൾ സ്വഹാബിമാരോട് നബി പരസ്യമായിട്ട് പറഞ്ഞതാണ്, ഈ വാതിൽ 2 വാതിൽ വേണം, വാതിലൊന്ന് താഴത്തേക്ക് വരണം. കാരണം ഇത് ഖുറൈശികളുടെ അഹങ്കാരം കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ മാത്രം ഉള്ളിൽ കയറിയാൽ മതി എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ വാതിൽ ഒരുപാട് ഉയരത്തിൽ വെച്ചത്. 4 ഖലീഫമാരുടെ കാലശേഷം ചില ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി നാട് ഭരിക്കുന്ന ഒരു സമയത്ത് ഹബീബായ നബി ആഗ്രഹിച്ചതുപോലെ ആ കഅബന്റെ വാതിലൊക്കെ അവിടെ മാറ്റിയിട്ട് തറ നിരപ്പിനോട് ചേർന്ന് നിർമ്മിച്ചു. പുറത്തേക്ക് പോകാൻ വേറെ വാതിൽ നിർമ്മിച്ചു. ഇങ്ങനെ ഹബീബായ നബി ആഗ്രഹിച്ചതുപോലത്തെ ഒരു കഅബയാക്കി മാറ്റി. കഅബ നബി എങ്ങനെ ആഗ്രഹിച്ചോ കിസുവകൾ മാറ്റി, അവിടെ ഒരു വെള്ള കിസുവ, അങ്ങനെ പലതിലും അദ്ദേഹം മാറ്റം വരുത്തി. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. അന്നത്തെ സുന്നി ഭരണാധികാരിയായിരുന്ന ഹജ്ജാജ് യൂസുഫ് ഇതിനെ ആക്രമിക്കുകയും കഅബക്ക് ചില കേടുപാടുകളൊക്കെ പറ്റി. അങ്ങനെ മൂപ്പരെന്ത് ചെയ്തു, കഅബ വീണ്ടും ഒരു പുനർനിർമ്മാണം നടത്തി. അതെങ്ങനെ പുനർനിർമ്മിച്ചത്, ഖുറൈശികൾ എങ്ങനെ കഅബക്ക് വാതിൽ വെച്ചോ അതേപോലെ വാതിൽ ഉയർത്തി വെച്ചിട്ട് 2ാമത്തെ വാതിൽ കല്ല് വെച്ചടച്ചു. 2ാമത്തെ വാതിൽ ഇന്നും 2018 ഒരു കൊടുങ്കാറ്റുണ്ടായപ്പോൾ കഅബന്റെ കിസുവൊക്കെ പാറിപ്പോയപ്പോഴാണ് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കണ്ടത്, അടഞ്ഞ വാതിൽ. കഅബന്റെ വാതിലിന്റെ പേര് ബാബുർ റഹ്മ, കാരുണ്യത്തിന്റെ വാതിൽ എന്നാണ് ഈ ഒരു വാതിലിന്റെ പേര്. ഇതിന്റെ താക്കോല് ഈ വാതിലൊക്കെ തുറക്ക വർഷത്തിൽ 2 തവണ എങ്ങാനുമാണ്. ബനൂ ശൈബ കുടുംബമാണ് ഇതിന്റെ വാതിൽ ഇന്നും സൂക്ഷിക്കുന്നത്. ഹബീബായ നബിയുടെ കാലത്തിന് മുൻപേ അവരാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ ആൾ വന്ന് താക്കോൽ തുറന്നാൽ ചില ജനപ്രതിനിധികൾക്ക്, ഭരണാധികാരികൾക്ക്, വിശിഷ്ട VIP-കൾക്ക് ഇതിന്റെ മാത്രം ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കലൊക്കെ ഉണ്ട്. കഅബന്റെ ഉള്ളിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഖുറൈശികൾ ഈ രീതിയിൽ നിർമ്മിച്ചതുപോലെ ഹജ്ജാജ് നിർമ്മിച്ചു. അപ്പോഴും മരവാതിൽ തന്നെയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഹബീബായ നബി ആഗ്രഹിച്ചതുപോലെ ഈ കഅബയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നീട് വന്ന ഓട്ടോമൻ സാമ്രാജ്യം വെള്ളിയുടെ വാതിലാക്കി. നല്ല ശുദ്ധമായ വെള്ളി കൊണ്ടാണ് വാതിലിന്റെ പടിമേലൊക്കെ വെള്ളി കൊണ്ട് നിർമ്മിച്ചു. പിന്നീട് 1979 ഖാലിദ് രാജാവ് 979 ഇത് തേക്ക് കൊണ്ട് നിർമ്മിച്ചിട്ട് അതിൻ്റെ പുറത്ത് സ്വർണം കൊണ്ട് ഇങ്ങനെ പൂശി 280 കിലോ സ്വർണം കൊണ്ടാണ് ഇന്ന് ആ വാതിൽ, തേക്ക് വാതിലിൻ്റെ മുകളിലാണ് ഇതിൻ്റെ സ്വർണം പൂശിയിട്ട് ശുദ്ധമായ സ്വർണം, കോടികൾ വിലയുള്ള സ്വർണത്തിൻ്റെ മൂല്യമാണ് ഇന്ന് ആ കഅബയുടെ വാതിലിനുള്ളത്. അവിടെയൊക്കെ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ സ്വർണ്ണ ലിപികളാൽ കൊണ്ട് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സൂഫികളും പറയാറുണ്ട് ഹബീബായ നബിയെക്കുറിച്ചുള്ള, ഹബീബായ നബിയോടുള്ള പ്രണയമൊന്നും ആ വാതിലുകളിലില്ല. മദീനയിൽ എന്നാൽ അത് കാണാം, പക്ഷേ കഅബന്റെ വാതിലിൽ ഹബീബായ നബിയോടുള്ള പ്രണയത്തിന്റെ ഒരു വാചകം ഉണ്ടാവലില്ല, മറിച്ച് ഖുർആനിക ആയത്തുകൾ മാത്രമാണ്. അപ്പോൾ ഹബീബായ നബി ആഗ്രഹിച്ചതുപോലെ എന്നെങ്കിലും ഒരു ഭരണാധികാരികൾ കഅബന്റെ വാതിൽ താഴത്തേക്ക് നിർമ്മിക്കുമോ, 2 വാതിൽ ഉണ്ടാകുമോ, ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുവരെ ഒരു ഭരണാധികാരിയും അതിന് ധൈര്യപ്പെട്ടിട്ടില്ല. നബി അത് ആഗ്രഹിച്ചു, അത് ധൈര്യപ്പെട്ട ഒരാൾ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ മാത്രമാണ്. പക്ഷേ അത് അധികകാലം ആയുസ്സുണ്ടായില്ല. അത് വീണ്ടും എന്ത് ചെയ്തു, പഴയ പോലാക്കി. എന്തായാലും ഇതിൽ ഏറ്റവും കൗതുകകരം, വാതിലില്ലാത്ത ഈ കഅബക്കൊരു വാതിൽ നിർമ്മിച്ചത് ഒരു ജൂത രാജാവാണ്. ആ ജൂത രാജാവിൻ്റെ നിർമ്മിച്ച ഹബീബായ നബി ആഗ്രഹിച്ചതുപോലെ ആ 2 വാതിലോടുകൂടി, താഴത്തെ വാതിലോടുകൂടി നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം ഇന്നും അവശേഷിക്കുന്നു. അപ്പോൾ ഈ കഅബയുടെ വാതിലിൻ്റെ ഈ വിശേഷങ്ങളൊക്കെ ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതല്ല അത് മുൻപ് അറിയുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ വിശുദ്ധ കഅബയുടെ സ്വർണ്ണവാതിൽ എത്ര കിലോ സ്വർണം കൊണ്ടാണ് ഈ വാതിൽ നിർമ്മിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.